Hi everyone, we are going to learn the negatives of have and has. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് have has വെച്ചിട്ട് എന്തെങ്കിലും നമുക്കുണ്ട് എന്ന് പറയാനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കൈവശം ഇല്ല എന്ന് പറയാനാണ്. അപ്പോൾ haveൻ്റെ കൂടെ do not have ആണ് വരിക, hasൻ്റെ കൂടെ does not have ആണ് വരിക. ഡു നോട്ട് ഹാവിനെ ഷോർട്ടാക്കി ഡോണ്ട് ഹാവ് എന്നും ഡസ് നോട്ട് ഹാവിനെ ഷോർട്ടാക്കി ഡസിൻ്റ് ഹാവ് എന്നും പറയാം. ഐ യു വി ദേ ഇതിൻ്റെ കൂടെ ഡു നോട്ട് ഹാവും ഷീ ഹി ഇറ്റ് ഇതിൻ്റെ കൂടെ ഡസിൻ്റ് ഹാവും ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫോംസ് ഐ ഡോണ്ട് ഹാവ് എ കാർ, എനിക്ക് ഒരു കാറില്ല. ഐ ഹാവ് മണി, എനിക്ക് പൈസയുണ്ട്. ഐ ഡോണ്ട് ഹാവ് മണി, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. സിംഗുലറിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ് എ ബുക്ക്, അവൾക്ക് ഒരു ബുക്കുണ്ട്. അത് നെഗറ്റീവിലേക്ക് മാറുമ്പോൾ ഷീ ഡസിൻ്റ് ഹാവ് എ ബുക്ക് എന്ന് വരും. ഹി ഹാസ് എ കാർ, അവനൊരു കാറുണ്ട്. ഹി ഡസിൻ്റ് ഹാവ് എ കാർ. ഇവിടെ സിംഗുലറിൻ്റെ കൂടെ ഡസിൻ്റ് ഹാവ് ആണ് വരിക. ഹാസ് ഒരിക്കലും ഉപയോഗിക്കരുത്, അത് പ്രത്യേകം ഓർക്കണം കേട്ടോ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് എ ഹൗസ്, എനിക്കൊരു വീടുണ്ട്. എനിക്കൊരു വീടില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എ ഹൗസ്. യു ഹാവ് എ പെൻ, നിനക്കൊരു പേനയുണ്ട്. നിനക്കൊരു പേനയില്ല. യു ഡോണ്ട് ഹാവ് എ പെൻ. ദേ ഹാവ് എ ഗാർഡൻ, അവർക്ക് ഒരു ഗാർഡൻ ഉണ്ട്. അവർക്ക് ഗാർഡൻ ഇല്ല. ദേ ഡോണ്ട് ഹാവ് എ ഗാർഡൻ. വി ഹാവ് എ ന്യൂ ഹൗസ്, ഞങ്ങൾക്ക് പുതിയ വീടുണ്ട്. ഞങ്ങൾക്ക് പുതിയ വീടില്ല എന്ന് പറയാൻ വി ഡോണ്ട് ഹാവ് എ ന്യൂ ഹൗസ്. സിംഗുലർ സബ്ജക്റ്റ് നോക്കാം. ഷീ ഹാസ് എ ക്യാറ്റ്, അവൾക്ക് ഒരു പൂച്ചയുണ്ട്. അവൾക്കൊരു പൂച്ചയില്ല എന്ന് പറയാൻ ഷീ ഡസിൻ്റ് ഹാവ് എ ക്യാറ്റ്. ഹി ഹാസ് എ ബൈക്ക്, അവനൊരു ബൈക്കുണ്ട്. അവനൊരു ബൈക്കില്ല എന്ന് പറയാൻ ഹി ഡസിൻ്റ് ഹാവ് എ ബൈക്ക്. ഇറ്റ് ഹാസ് എ ടെയിൽ, അതിനൊരു വാലുണ്ട്. അതിനൊരു വാലില്ല. ഇറ്റ് ഡസിൻ്റ് ഹാവ് എ ടെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പ്ലൂറൽ സബ്ജക്റ്റായ ഐ യു വി ദേ ഇതിൻ്റെ കൂടെ ഡു പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവും ഹി ഷീ ഇറ്റിൻ്റെ കൂടെ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവും ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ നോക്കാം. ഡു യു ഹാവ് എ പെൻ, നിനക്ക് പേനയുണ്ടോ? അതിന് ആൻസറായിട്ട് ഐ ഡു എന്ന് പറയാം, അല്ലെങ്കിൽ യെസ് ഐ ഹാവ് എ പെൻ. ഇനി ഇല്ല എന്നാണ് ആൻസറെങ്കിൽ നോ ഐ ഡോണ്ട്, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ പെൻ. ഡു ദേ ഹാവ് എ ഹൗസ്, അവർക്ക് ഒരു വീടുണ്ടോ? യെസ് ദേ ഡു, അങ്ങനെ നമുക്ക് ഷോർട്ടായിട്ട് പറയാം, അല്ലെങ്കിൽ യെസ് ദേ ഹാവ് എ ഹൗസ്. ഇല്ല എങ്കിൽ നോ ദേ ഡോണ്ട്. സിംഗുലർ ഡസ് ഹി ഹാവ് എ കാർ, അവന് കാറുണ്ടോ? ആൻസറായിട്ട് യെസ് ഹി ഹാസ് എ കാർ. ഇനി അവന് കാറില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നോ ഹി ഡസിൻ്റ് ഹാവ് എ കാർ. ഡസ് ഷീ ഹാവ് എ ബുക്ക്, അവൾക്കൊരു ബുക്കുണ്ടോ? യെസ് ഷീ ഹാസ് എ ബുക്ക്. ഇനി ഇല്ല എങ്കിൽ നോ ഷീ ഡസിൻ്റ് ഹാവ് എ ബുക്ക്. ഇറ്റ് വെച്ചിട്ട് ഡസ് ഇറ്റ് വർക്ക് എന്ന് ചോദിച്ചാൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ്. യെസ് ഇറ്റ് ഡസ് അങ്ങനെ പറയാം, അല്ലെങ്കിൽ യെസ് ഇറ്റ് വർക്ക്. ഇനി അത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ആൻസറെങ്കിൽ
നോ ഇറ്റ് ഡസിൻ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് ഹാവിൻ്റെയും ഹാസിൻ്റെയും നെഗറ്റീവ് ഫോംസും അതുപോലെ ക്വസ്റ്റ്യൻ മേക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും വെറുതെ കേട്ടു പോവാതെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. Thank you for watching my video. See you in the next video. Bye bye.